ഹായ് ഫ്രണ്ട്സ്, LGSന്റെ മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഗീവ് അവേ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം: നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായും കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിന് ഒരാൾക്ക് നമ്മൾ ഒരു 3 മാസത്തെ തൊഴിൽ വീതി സൗജന്യമായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരാഴ്ചയാണ് സമയം. അടുത്ത ഞായറാഴ്ച നമ്മൾ വിജയിനെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യൻ വംശജനായ അഭിജിത്ത് ബാനർജിക്ക് 2019 നൊബേൽ സമ്മാനം ലഭിച്ച വിഷയമേത്? ആൻസർ ഓപ്ഷൻ ബി, സാമ്പത്തിക ശാസ്ത്രം. ഇന്ത്യൻ വംശജനായ അഭിജിത്ത് ബാനർജിക്ക് 2019 നൊബേൽ സമ്മാനം ലഭിച്ച വിഷയം സാമ്പത്തിക ശാസ്ത്രം. 2019 നാടകത്തിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അരങ്ങിലെ മത്സ്യഗന്ധികൾ ആരുടെ കൃതിയാണ്? സജിത മഠത്തിൽ. 2019 നാടകത്തിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അരങ്ങിലെ മത്സ്യഗന്ധികൾ ആരുടെ കൃതിയാണ്? സജിത മഠത്തിൽ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 6ാമത്തെ മലയാളം എഴുത്തുകാരൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി, അക്കിത്തം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 6ാമത്തെ മലയാളം എഴുത്തുകാരൻ ആര്? അക്കിത്തം. ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, NSIL. ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏത്? NSIL. 2021 കേരളത്തിൽ നിന്ന് പത്മശ്രീ ലഭിച്ച മാധവൻ നമ്പ്യാർ ഏത് മേഖലയിലാണ് മികവ് തെളിയിച്ചത്? കായികം. 2021 കേരളത്തിൽ നിന്ന് പത്മശ്രീ ലഭിച്ച മാധവൻ നമ്പ്യാർ ഏത് മേഖലയിലാണ് മികവ് തെളിയിച്ചത്? കായികം. ഖേൽരത്ന പുരസ്കാരത്തെ പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ആരുടെ പേരിലാണ്? ആൻസർ ഓപ്ഷൻ ബി, ധ്യാൻചന്ദ്. ഖേൽരത്ന പുരസ്കാരത്തെ പുനർനാമകരണം ചെയ്തിരിക്കുന്ന ആരുടെ പേരിലാണ്? ധ്യാൻചന്ദ്. ചുവടെ പറയുന്നവയിൽ യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത രാജ്യമേത്? ബ്രിട്ടൻ. ചുവടെ പറയുന്നവയിൽ യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത രാജ്യം ബ്രിട്ടൻ. കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി ആര്? AK ശശീന്ദ്രൻ. കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി ആര്? AK ശശീന്ദ്രൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന മാർക്കറ്റ് നിലവിൽ വന്ന നഗരമേത്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന മാർക്കറ്റ് നിലവിൽ വന്ന നഗരം കൊൽക്കത്ത. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എവിടെയാണ്? ഡൽഹി. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എവിടെയാണ്? ഡൽഹി. 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആര്? ബഹദൂർ ഷാ സഫർ. 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ സഫർ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആര്? കഴ്സൺ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആര്? കഴ്സൺ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷമേത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏത്? 1885. താഴെ പറയുന്നവയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത്?
ആൻസർ ഓപ്ഷൻ സി യങ് ഇന്ത്യ. താഴെ പറയുന്നവയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത്? യങ് ഇന്ത്യ. പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്രിപ്സ് ദൗത്യം. പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്രിപ്സ് ദൗത്യം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏത്? 1955. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. വൻതോതിലുള്ള വ്യവസായവൽക്കരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏത്? രണ്ടാം പദ്ധതി. വൻതോതിലുള്ള വ്യവസായവൽക്കരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏത്? രണ്ടാം പദ്ധതി. കാർഗിൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? 1999. കാർഗിൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? 1999. തെരഞ്ഞെടുക്കപ്പെടുന്ന എത്ര അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉള്ളത്? 238. തിരഞ്ഞെടുക്കപ്പെടുന്ന എത്ര അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉള്ളത്? 238. രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പൊതു ഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ആര്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. പൊതു ഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ആര്? കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ. ഇന്ത്യയുടെ താൽക്കാലിക രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച ആദ്യത്തെ വ്യക്തി ആര്? വി.വി. ഗിരി. ഇന്ത്യയുടെ താൽക്കാലിക രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച ആദ്യത്തെ വ്യക്തി ആര്? വി.വി. ഗിരി. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ഓസ്ട്രേലിയ. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ഓസ്ട്രേലിയ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി കരയതിർത്തിയുള്ള ഏറ്റവും വലിയ രാജ്യം ഏത്? ചൈന. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി കരയതിർത്തിയുള്ള ഏറ്റവും വലിയ രാജ്യം ഏത്? ചൈന. ഏത് നദിയാണ് ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര. ഏത് നദിയാണ് ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര. ദീൻദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ദീൻദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ഹിരാക്കുഡ് അണക്കെട്ട് പണി തീർത്തിരിക്കുന്നത് ഏത് നദിയിലാണ്?
മഹാനദി. ഹിരാക്കുഡ് അണക്കെട്ട് പണി തീർത്തിരിക്കുന്ന ഏത് നദിയിലാണ്? മഹാനദി. താഴെ പറയുന്നവയിൽ രാജസ്ഥാനിലെ പർവ്വതനിര ഏത്? ആരവല്ലി. താഴെ പറയുന്നവയിൽ രാജസ്ഥാനിലെ പർവ്വതനിര ഏത്? ആരവല്ലി. കേരളത്തിൽ ഇടവപ്പാതയുടെ കാലമേത്? ജൂൺ സെപ്റ്റംബർ. കേരളത്തിൽ ഇടവപ്പാതയുടെ കാലമേത്? ജൂൺ സെപ്റ്റംബർ. പെരിയാർ എവിടെ വെച്ചാണ് മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ പിരിയുന്നത്? ആലുവ. പെരിയാർ എവിടെ വെച്ചാണ് മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ വേർപിരിയുന്നത്? ആലുവ. അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന നദി ഏത്? കല്ലടയാർ. അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന നദി ഏത്? കല്ലടയാർ. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല? കാസർഗോഡ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. കേരള സർക്കാരിന്റെ പ്രവാസികാര്യ വകുപ്പ് ഏത്? നോർക്ക. കേരള സർക്കാരിന്റെ പ്രവാസികാര്യ വകുപ്പ് ഏത്? നോർക്ക. നെല്ലുൽപാദനത്തിൽ ഒന്നാമതുള്ള കേരളത്തിലെ ജില്ല? പാലക്കാട്. നെല്ലുൽപാദനത്തിൽ ഒന്നാമതുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. എറണാകുളം ജില്ലയിലെ വാഴക്കുളം എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രശസ്തം? കൈതച്ചക്ക. എറണാകുളം ജില്ലയിലെ വാഴക്കുളം എന്തിന്റെ ഉൽപാദനത്തിൽ പ്രശസ്തം? കൈതച്ചക്ക. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന്? 1998 മെയ് 17. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന് 1998 മെയ് 17. മുഴുപ്പിലങ്ങാട് ബീച്ച് ഏത് ജില്ലയിലാണ്? കണ്ണൂർ. മുഴുപ്പിലങ്ങാട് ബീച്ച് ഏത് ജില്ലയിലാണ്? കണ്ണൂർ. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത്? നെടുമ്പാശ്ശേരി. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം നെടുമ്പാശ്ശേരി. വില്ലുവണ്ടി സമരം നയിച്ചതാര്? അയ്യങ്കാളി. വില്ലുവണ്ടി സമരം നയിച്ചതാര്? അയ്യങ്കാളി. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? പഴശ്ശിരാജ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? ജനുവരി 11. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? 1809 ജനുവരി 11. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷമേത്? 1888. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം? 1920. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം
1920. നളചരിതമാട്ടക്കഥ രചിച്ചത് ആര്? ഉണ്ണായി വാര്യർ. നളചരിതമാട്ടക്കഥ രചിച്ചത് ആര്? ഉണ്ണായി വാര്യർ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആര്? ധ്യാൻചന്ദ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെട്ടത് ധ്യാൻചന്ദ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷമേത്? 1930. കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷമേത്? 1930. ഏത് സംസ്ഥാനത്തെ ക്ലാസിക്കൽ നൃത്തമാണ് സാത്രിയ? അസം. ഏത് സംസ്ഥാനത്തെ ക്ലാസിക്കൽ നൃത്തമാണ് സാത്രിയ? അസം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്